ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ പേഴ്സന്റെ കറണ്ട് എനർജി ചെക്ക് ആണ്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹോപ്പ് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് പോലെ തന്നെ എടുക്കുക. നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, ബാക്കി തള്ളിക്കളയുക. അപ്പൊ അത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഫർദർ മോർ നിങ്ങൾക്ക് ആക്യുറേറ്റ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് ഫർദർ മോർ ഡീറ്റെയിൽസിന് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ കറണ്ട് എനർജി ചെക്കിലേക്ക് പോകാം. എന്തൊക്കെയാണ് യൂണിവേഴ്സ് നമുക്ക് ക്ലാരിഫൈ ചെയ്തു തരുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, വിചാരിക്കുക, അവരുടെ എനർജി കൊണ്ടുവരിക, ഹാപ്പി ആയിട്ടിരിക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. Angels, please guide us. Current energy check of the person. Angels, please guide us. Current energy check of the person. Guide us what they are thinking about. Please guide us. Current energy. അപ്പോൾ കറണ്ട് എനർജിയിൽ ഈ പേഴ്സണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫൊർഗീവ്നെസ് ആണ്. അതായത് ചിലപ്പോ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വാക്തർക്കങ്ങളോ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് മാറിപ്പോയതോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിങ്ങൾ ഈ പേഴ്സണെ ഹേർട്ട് ചെയ്യുകയോ ഈ പേഴ്സൺ നിങ്ങളെ ഹേർട്ട് ചെയ്യോ, വാട്ട് എവർ ദ സിറ്റുവേഷൻ, അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു വഴക്ക് ചിലപ്പോ നിങ്ങൾ അത്രത്തോളം സീരിയസ് ആകുമെന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷെ അത് വേറൊരു എക്സ്റ്റെന്റിലേക്ക് എത്തിപ്പോയതുപോലെയുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ അത് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈവൻ ഫോർഗീവ്നെസ്സിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതായിട്ട് ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പേഴ്സൺ വാട്ട് എവർ ദ സിറ്റുവേഷൻ, നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു ഫൊർഗീവ്നെസ് ആഗ്രഹിക്കുന്നു, ഒരു ക്ഷമാപണം നടത്തണം എന്ന താല്പര്യം ഈ പേഴ്സൺ ഉള്ളതായിട്ടും ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ. വാട്ട് എവർ ദ സിറ്റുവേഷൻ ഇസ്. യെസ്, മെയിൻ ആയിട്ടും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരു വ്യക്തിയുടെ കടന്നുകയറ്റം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ മറ്റേതോ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും നിങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യത്തിലായിരിക്കാം ചിലപ്പം ഈ ഒരു പേഴ്സൺ ക്ഷമാപണം ആഗ്രഹിക്കുന്നത് എന്നത് മനസ്സിലാവുന്നുണ്ട്. വാട്ട് എവർ, എന്തായാലും നിങ്ങൾ കാരണമല്ല, വേറെ ഒരു കാരണത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംസാരത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെയും റെസൊണേറ്റ് ചെയ്യാൻ നമുക്ക് പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നതായിട്ടും അത് വിചാരിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പല തെറ്റുകളും പല ഓർമ്മകളും ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാക്കാറുണ്ട്. അതായത് അതിനെ ചിന്തിച്ച് അതിനെ ചൊല്ലി നമ്മൾ വഴക്ക് പറയാറുണ്ട്, അല്ലെങ്കിൽ വഴക്ക് കൂടാറുണ്ട്, അല്ലെ? അപ്പം പാസ്റ്റ് സത്യത്തിൽ ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പാസ്റ്റിലെ കാര്യങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കൽ ചെയ്തു പോയി ക്ഷമിച്ചു വിട്ടുകളഞ്ഞ് മൂവ് ഓൺ ആയി വന്ന കാര്യങ്ങൾ പിന്നെയും എടുത്ത് സംസാരിക്കുക. ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ ഒരു റിലേഷൻഷിപ്പിനെ നശിപ്പിക്കുന്ന തേർഡ് പാർട്ടി എനർജിയാണ് ഈ പാസ്റ്റ് ഓർമ്മകളിൽ നിന്ന് ഡിറ്റാച്ച് ആവാതിരിക്കുക, പിന്നെയും അതിനെക്കുറിച്ച് സംസാരിക്കുക. അതിപ്പോ നിങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിലും ഈ വ്യക്തിയാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളതെങ്കിലും രണ്ടും റിലേഷൻഷിപ്പിനെ വലിയ തോതിൽ ബാധിക്കും. കാരണം രണ്ട് വ്യക്തികളുടെയും പൂർണ്ണമായ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിയാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആരെ ചൂഷണം ചെയ്താലും അവിടെ വിള്ളലുകൾ ഉണ്ടാവും. അപ്പൊ റിലേഷൻഷിപ്പിലും വിള്ളലുകൾ ഉണ്ടാകുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഓക്കെ ആയിരിക്കാം, പക്ഷെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ പേഴ്സൺ അനലൈസ് ചെയ്യുന്നതായിട്ട്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഇത് ശരിയാവുമോ, ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ആൻഡ് കൈൻഡ് ഓഫ് എന്താണ്, ഒരു പ്രാവശ്യം ചൂട് പാലിൽ നക്കി പോയ പൂച്ച പിന്നെ തണുത്ത പാല് കണ്ടാലും പേടിക്കുമെന്ന കൈൻഡ് ഓഫ് ഇമോഷൻ ഇല്ലേ, ആ ഒരു രീതിയിൽ ഇമോഷൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതിനകത്ത് കാണുന്നത്. ഓക്കെ. ഈ പേഴ്സൺ പുറമേ അല്ലെങ്കിൽ നിങ്ങൾ നത്തിങ് ടു വെറി അബൌട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, അതായത് ഒന്നും പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ആ ട്രോമയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്ക് മാറാൻ സാധിച്ചിട്ടില്ല.
ഈ ഒരു വൂണ്ട്, മനസ്സിലുണ്ടായ ഒരു മുറിവ് മാറും, ഇതിനെ എനിക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ലെറ്റ് ഗോ എന്നത് ആ പേഴ്സന്റെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ലെങ്കിലും അതൊരു മിറാക്കിൾ ആയിട്ട് സംഭവിക്കുമെന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. എന്തൊക്കെയോ രീതിയിൽ മാനസികമായി ഒത്തിരി ഹേർട്ട്, വേദനകൾ ഈ പേഴ്സൺ ഉണ്ട്. പലപ്പോഴും ഈ പേഴ്സൺ അത് മൈൻഡ് ചെയ്യേണ്ട, വിട്ടേക്കാം എന്ന രീതിയിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ ആ ഒരു രീതിയിൽ നിൽക്കുന്നു. മിററിംഗ് ഇഫക്റ്റും ആകാം. ഓക്കെ, പക്ഷെ അതിനെ പൂർണ്ണമായി ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു മിറാക്കിൾ സംഭവിച്ച്, അല്ലെങ്കിൽ എന്റെ ഓർമ്മശക്തി നശിച്ചു പോയി, ഞാനൊന്ന് മറന്നാ മതിയായിരുന്നു കൈൻഡ് ഓഫ് രീതിയിലുള്ള തോട്ട് പ്രോസസ്സുകളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന വെച്ചാല് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ ഈ പേഴ്സൺ മറക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. നെഗറ്റീവ് ഇമോഷൻസ് പിന്നെയും പിന്നെയും ഈ ഹി ഓർ ഷി അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നു. പലപ്പോഴും ഈ പേഴ്സന്റേതായിട്ടുള്ള ആ ഒരു അധികാരം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും ഈ ഒരു ജെൻഡർ റോള് കാണിക്കുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ചുരുളഴിയാത്ത, ക്ലാരിഫിക്കേഷൻ കിട്ടാത്ത കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും ഈ പേഴ്സൺ ഇതിനകത്തൊരു റൂൾ വേണം, അല്ലെങ്കിൽ താൻ ഭരിക്കണം, താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ താൻ ഇനി ഗൈഡ് ചെയ്ത് കൊള്ളാം എന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത് ഇതുകൊണ്ടാണ്. അല്ല, ഈ ഒരു സംഭവം നിങ്ങൾ തന്നെ ചെയ്യണമെന്നുമില്ല. ഈ പേഴ്സന്റെ പാസ്റ്റ് ലൈഫ് ബാഗേജസും ആയിരിക്കാം കേട്ടോ ഈ ഒരു ഇമോഷൻസ്. അത് ചിലപ്പോൾ നിങ്ങളുടെ കർമ്മ കാരണം നിങ്ങൾ സഫർ ചെയ്യുന്നതുമാകാം കേട്ടോ. കാരണം ഈ ഒരു പേഴ്സന്റെ ഇമോഷനിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഓരോ കാർഡ് കിട്ടുമ്പോഴും അതിന് 10,000-ഓളം അർത്ഥങ്ങളാണുള്ളത്. അപ്പോൾ എനിക്ക് എന്റെ ഇൻറ്റ്യൂഷനിൽ മനസ്സിലാവുന്ന അർത്ഥങ്ങളിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. യെസ്, നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട് അതോറിറ്റി വലുതായിട്ട് വരുമ്പോ. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ കൺട്രോളിൽ പല കാര്യങ്ങളും നിൽക്കണമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെറിയ കാര്യമല്ലേ, ഈ ഒരു ഇഷ്ടത്തിനെങ്കിലും എന്റെ കൂടെ നിന്നുകൂടെ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നു, മെസ്സേജുകൾ കുറയുന്നു, കണക്ഷൻ എനർജി കുറയുന്നു. ഒരാള് ഭയങ്കരമായി വെയിറ്റ് ചെയ്യുന്നു ഒരു കണക്ഷന് വേണ്ടിയിട്ട്. വെയിറ്റ് ചെയ്യുന്ന ആളെ യൂണിവേഴ്സ് പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അയാള് പിന്നെയും പിന്നെയും വെയിറ്റ് ചെയ്യുന്നു. മറ്റൊരാൾ എന്നത് ഇതിനകത്തുനിന്ന് ഡിറ്റാച്ച് ആവാൻ ശ്രമിക്കുന്നു. ആ ഒരു രീതിയിലുള്ള കണക്ഷൻസ് ആണ് ഇതിനകത്ത് കാണുന്നത്. എന്റെ അഭിപ്രായത്തില് നിങ്ങളുടെ റേഞ്ചിലുള്ള കാര്യങ്ങളെല്ലാം, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി സ്റ്റിൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നില്ല, ഒരു മിറാക്കിളിന് വേണ്ടി വെയിറ്റിംഗ് തന്നെയാണ്. ആൻഡ് ഈ ഒരു പേഴ്സന്റെ ഇമോഷനിൽ നിന്ന് വാട്ട് എവർ എന്ത് തന്നെ നടന്നാലും പിന്നെയും പിന്നെയും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നൊരു എനർജി കാണിക്കുന്നുണ്ട്. അതെന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു എന്ന ഒരു പോയിന്റും ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എഫേർട്ടുകളൊന്നും വേസ്റ്റ് ആയി പോകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ പേഴ്സൺ എന്നെ ഓർമ്മിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു ജീവിതത്തില്, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ആ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു ജീവിതത്തില് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു മൊമെന്റിൽ ജീവിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് നല്ലൊരു കെമിസ്ട്രി ഉള്ള, വീണ്ടും വീണ്ടും കണക്ഷനുകളിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യുന്ന, എപ്പോഴും ഈ ഒരു വ്യക്തി എന്റെ ജീവിതത്തിൽ വന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്ന പോലെയുള്ള കണക്ഷൻ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ പേടിക്കണ്ട, നിങ്ങൾക്ക് ഇത് സംഭവമാകും നിങ്ങളുടെ ജീവിതത്തിൽ. യു ക്യാൻ ഡു ദിസ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ ഇറ്റ്സ് നോട്ട് ഗ്യാരണ്ടീഡ് ഈ ഒരു പേഴ്സണുമായിട്ട് തന്നെയെന്ന്. ഓക്കെ, സംഭവം ചില ആൾക്കാർക്ക് വേറെ പേഴ്സൺ ആയിരിക്കാം, ചില ആൾക്കാർക്ക് ഈ പേഴ്സൺ തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു ജീവിതം, നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുള്ള, നിങ്ങൾക്ക് വേണമെന്നുള്ള ആ ഒരു പ്യുവർ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കും. ഒന്നുകിൽ ഈ ഒരു കണക്ഷനിൽ നിന്ന്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മറ്റു കണക്ഷനിൽ നിന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള കണക്ഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരും. ഡിലേ പ്രോസസ് ഉള്ളതിന്റെ റീസൺ കാർമിക് ബാഗേജുകളായിരിക്കാം. ഓക്കെ, ആൻഡ് ഈ ഒരു പേഴ്സൺ ഈ ഒരു 2024 തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു വർഷം നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നത് തന്നെയാണ് കാണുന്നത് സിംഗിൾസ്. ആൻഡ് മറ്റുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ കണക്ഷൻ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ജേർണിയിലാണെങ്കിൽ
നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. എന്നാലും നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്തു. യൂണിവേഴ്സ് പറയുന്നത് കണ്ടിന്യൂസ്ലി എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുക. ബിക്കോസ് നിങ്ങൾ എടുക്കുന്ന എല്ലാ എഫേർട്ടും യൂണിവേഴ്സിന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് അതിന് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് കൊണ്ടെത്തും എന്നത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ചോയ്സ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ വന്നിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യാമോ എന്നുള്ള തോന്നലുകൾ നിങ്ങൾക്ക് വന്നിരിക്കും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ യൂണിവേഴ്സ് നിങ്ങളുടെ പേഷ്യൻസ് വളരെ അധികം ടെസ്റ്റ് ചെയ്യുകയാണ്. എത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പോകും നിങ്ങൾ പ്രണയത്തിന് വേണ്ടി എന്നുള്ള രീതിയിലുള്ള ഒരു ടെസ്റ്റിംഗ് പീരിയഡ് ഇവിടെ നടക്കുന്നതായിട്ടും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അവേക്കൻഡ് ആയിട്ടുണ്ടാകില്ല. അവേക്കൻഡ് ആകാൻ വേണ്ടി യൂണിവേഴ്സ് കാത്തിരിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കൂ, നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ആക്കൂ, നിങ്ങൾക്ക് ഉത്തരങ്ങൾ തീർച്ചയായും ലഭിക്കും. ആൻഡ് കൈൻഡ് ഓഫ് ഗോൾഡൻ കളർ ബട്ടർഫ്ലൈസ് നിങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഇസ് നിയർ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ കണക്ഷനിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ ഫെദർ കാണുന്നുണ്ടെങ്കിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പോസിറ്റീവ് സൈൻ ദാറ്റ് നിങ്ങൾക്കൊരു കംപ്ലീഷൻ, നിങ്ങളുടെ ലവിൽ നിങ്ങൾക്കൊരു കംപ്ലീഷൻ കിട്ടാൻ പോകുന്നു എന്ന ഒരു പോസിറ്റീവ് സൈൻ ആയിരിക്കും ഇത്. ഈ പേഴ്സൺ ശരിയാണ് നിങ്ങളിൽ വളരെയധികം പാഷനറ്റ് ആണ്. പല ആൾക്കാരും എന്റെ അഭിപ്രായത്തിൽ ട്വിൻ ഫ്ലെയിം സ്റ്റേജസിലൂടെ കടന്നു പോകുന്നതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് പ്രശ്നമില്ലായിരിക്കാം റിലേഷൻഷിപ്പില്, ചില ആൾക്കാർക്ക് ദൂരമായിരിക്കാം പ്രശ്നം. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് സഹിക്കേണ്ടി വരും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു പേഴ്സൺ നിങ്ങൾ ട്രൂ ആയിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ട്രൂ ലവ്, അല്ലെങ്കിൽ ട്രൂ ലവ് ഇസ് കമ്മിങ് ടുവേർഡ്സ് യു എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇസ് ലോയൽ ടു യു എന്നും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവാം. ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ അത്രത്തോളം ഇത് താല്പര്യവും ഇനിഷ്യേറ്റീവും എടുത്തിട്ടുണ്ടായിരിക്കാം. സോ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം തീർച്ചയായിട്ടും നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായി നിങ്ങൾക്കൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. ആൻഡ് ഗൈസ്, നിങ്ങൾ ഈ ഒരു കറന്റ് എനർജി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാരേജ് എന്നത് തീർച്ചയായിട്ടും ലവ് മാരേജ് ആയിരിക്കും. ഇറ്റ് വോണ്ട് ബി അറേഞ്ച്ഡ് മാരേജ് ആൻഡ് ദാറ്റ് പേഴ്സൺ ഇസ് മീറ്റിംഗ് യു സൂൺ. ഓക്കെ, അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾ ഒത്തിരി മനസ്സിലാക്കിയ, നിങ്ങൾക്ക് തന്നെ വേണമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് പറയുന്നത്. മോറോവർ നിങ്ങളിപ്പം ഒരു വ്യക്തിയുമായി കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് ജീവിതം തുടങ്ങുകയാണ്. ദറ്റ്സ് കൈൻഡ് ഓഫ് ഈ ഒരു എനർജി നിങ്ങളുടെ എക്സ്ട്രാ മെറിറ്റൽ കണക്ഷനിലാണ് വരുന്നതെങ്കിലും നിങ്ങളുടെ മാരേജ് ലൈഫിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ഈ ഒരു കണക്ഷൻ, ഈ ഒരു റെസൊണേറ്റഡ് എനർജിയിൽ നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ശരിയാണ്, ഒത്തിരി ബൗണ്ടറീസ് ഉണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്ട് എന്നുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ വിവാഹം കഴിച്ചതുപോലുള്ള കൈൻഡ് ഓഫ് ഇഫക്റ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന്റെ അടുത്തേക്ക് വരുമ്പോഴേ കിട്ടുന്നത്. ബിക്കോസ് അത്രത്തോളം ഒരു പാഷനറ്റ് ആണ്. അതുപോലെ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. സ്നേഹത്തെക്കാൾ കൂടുതൽ ഈ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ വൈബ്രേഷൻ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ ഗുഡ് തിങ്സ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഗുഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളുമായിട്ടാണ്. നിങ്ങളാണ് അവരെ കംപ്ലീറ്റ് ആക്കുന്നത്. ആൻഡ് അവർ നിങ്ങളെ കംപ്ലീറ്റ് ആക്കുന്നു എന്ന ആ ഒരു ബോധം അവർക്കുള്ളതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ മാരേജിന്റെ കാർഡിൽ നിന്ന് എനിക്ക് പറയുന്നത് മെയ്ഡ് ഫോർ ഈച്ച് അതർ തന്നെയാണ്. നിങ്ങൾ ഒരുമിച്ച് നടന്നു പോകുമ്പോഴത്തേക്ക് എത്ര തന്നെ ആൾക്കാർ ഇറ്റ്സ് നോട്ട് ഫെയർ, ഇത് ശരിയാവുമോ എന്ന രീതിയിൽ ചിന്തിച്ചാലും അവരുടെ ഉള്ളിലെ നിങ്ങളെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു മാച്ചിങ് പെയർ ആണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. മേ ബി നിങ്ങളെന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആയിരിക്കാം, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് വൈറ്റ് ആൻഡ് വൈറ്റ് കോംബോ ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ യുണീക്നെസ് ഉണ്ട്, പക്ഷെ എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് കൈൻഡ് ഓഫ് കാറ്റഗറിയിൽ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരുന്നതെന്നാണ് കാണുന്നത്. ശരിയാണ്, നിങ്ങൾ വളരെയധികം പാഷനറ്റ് ആണ്. ഒറിജിനലി നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഡീപ്പ് കണക്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിൻ ഇഷ്യൂ ആങ്കർ ആയിരിക്കാം. ദേഷ്യം, എടുത്തടിച്ചുള്ള സംസാരങ്ങൾ, എടുത്തടിച്ചുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട്
ബാധിക്കാം, അത് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കിയേക്കാം എന്നതിനകത്ത് കാണുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എവിടെയാണെങ്കിലും ഈ ഒരു നിമിഷം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞെത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദേ ആർ മാനിഫെസ്റ്റിംഗ് ഫോർ യു. സോ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ബിക്കോസ് ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ നിങ്ങളുടെ അടുത്ത് ജെനുവിൻ ആണ്. ശരിയായിരിക്കാം, മറ്റു വ്യക്തികളുടെയോ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോ കാരണം നിങ്ങൾ കണക്ഷനിൽ നിന്ന് ചിലപ്പോ ചില സാഹചര്യങ്ങൾ ഡിറ്റാച്ച്ഡ് ആയേക്കാം. പക്ഷെ നിങ്ങൾ എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കുക ഈ ഒരു കണക്ഷനിൽ. ബിക്കോസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എഫേർട്ടിന് ഫലമുണ്ടാകും എന്ന് തന്നെയാണ് അതിനകത്ത് കാണുന്നത്. ബിക്കോസ് ആൻഡ് മാനിഫെസ്റ്റ് ചെയ്യാം മദർ നേച്ചറിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് നിങ്ങൾ എനർജി കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് 10 മടങ്ങ് എനർജി റിസീവ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ എനർജി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിന് എനർജി കൊടുക്കുക. ബിക്കോസ് മദർ നേച്ചറിൽ നമ്മൾ എന്ത് തന്നെ കൊടുത്താലും അതിന്റെ 10 മടങ്ങ് ഇരട്ടിയായിട്ടാണ് നമുക്ക് തിരിച്ചു തരുന്നത്. ഇപ്പൊ ഡിസാസ്റ്റർ ആണെങ്കിലും ശരി, പോസിറ്റിവിറ്റി ആണെങ്കിലും ശരി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു കുഞ്ഞ് സീഡാണല്ലേ കുഴിച്ചു വെക്കുന്നത്. പക്ഷെ മദർ നേച്ചർ കുറച്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ടായിരിക്കും നമുക്ക് തിരിച്ചു ഗിവ് ബാക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എനർജി മനുഷ്യരിൽ ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കും. മനുഷ്യറിന് ലിമിറ്റഡ് കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്ക് തരാൻ സാധിക്കൂ. നിങ്ങൾ യൂണിവേഴ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, നേച്ചറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ട്രമെൻഡസ് എമൗണ്ട് ഓഫ് എനർജി ലഭിക്കും. ആൻഡ് മാനിഫെസ്റ്റും നിങ്ങൾ യൂണിവേഴ്സിനോട് ചെയ്യുക. ഒരു പേഴ്സണിന് വേണ്ടി പെർട്ടിക്കുലർലി നിങ്ങൾ ഇങ്ങനെ കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടും യാതൊരു കാര്യവുമില്ല. നിങ്ങൾ യൂണിവേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കും യൂണിവേഴ്സിന്റെ പോസിറ്റീവ് കണക്ക് പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പോസിറ്റീവ് കാര്യത്തിനും ഓരോ നെഗറ്റീവ് കാര്യത്തിനും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നത് തന്നെയാണ്. സോ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ആ പേഴ്സണൽ ജെനുവൻ ആയിട്ടുള്ള താല്പര്യം നിങ്ങളുടെ അടുത്തുണ്ട്, ഡീപ്പായിട്ടുള്ള ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്തുണ്ട്. പക്ഷെ സംഭവ ബൗണ്ടറീസും റെസ്ട്രിക്ഷൻസും എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ട്. പക്ഷെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യുകയാണ് എങ്കിൽ, നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി വർക്ക്. ഓക്കെ, അങ്ങനെയാണ് എനിക്കിതിൽ മനസ്സിലാവുന്നത്. ആൻഡ് ഈ ഒരു എനർജിയിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മെച്ചുവർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. മെച്ചുവേർഡ് കണക്ഷൻ ആണ് ലോങ് ലാസ്റ്റിംഗ് കണക്ഷൻ, ഫോർ എവർ കണക്ഷൻ. സോ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് മാറുന്നതിൽ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ പാർട്ട്ണർ അതിലേക്ക് മാറുന്നതിലും കൺഗ്രാറ്റുലേഷൻസ്. മെച്ചുവർ ആയിട്ട് ചിന്തിക്കൂ, റിലേഷൻഷിപ്പുകൾ ലാസ്റ്റ് ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ചൈൽഡിഷ്നെസ്സിനെ എടുത്തു കളയൂ, നിങ്ങൾക്ക് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. മോർ നിങ്ങൾക്ക് സഹായകമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ.